ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED അന്വേഷണം ഇഴയുകയാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം ഇതുവരെ വീണ്ടും ചോദ്യം ചെയ്തിട്ടില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ അശുക് ഗോയൽ അലഹാബാദിലേക്ക് സ്ഥലം മാറിയതിനെ തുടർന്നാണ് അന്വേഷണം വൈകുന്നത്. SS ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഈ ജാമ്യോപാധിയിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലൊന്നും ഇല്ലേ? കേസൊക്കെ ഒരു വഴിക്ക് പോയാ ശരൺ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, കേസ് ഒരു വഴിക്ക് പോയെന്ന് നമുക്ക് പറയാനാകില്ല. എന്തായാലും അതിൽ കുറെ ലാഗ് ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിന് പിന്നിൽ വരുന്നത്. എന്തായാലും ഈ SIT കേസുമായി ബന്ധപ്പെട്ട്, അതായത് SIT കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതും അതിനെ തുടർന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നതാണ്. ഈ SIT കേസിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് അവർ ECR രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്ന വേഗത്തിലുള്ള അന്വേഷണമാണ്. 21 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു. അതിന് പിന്നാലെ തന്നെ ജയറാം, തന്ത്രി, മുരാരി ബാബു, N വാസു അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ മാസം ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ പെൻഡിംഗ് കേസുകളിൽ കുറ്റപത്രം കൊടുത്തു തീർക്കാനുള്ള ടാർഗറ്റ്, അത് കഴിഞ്ഞ മാസം 31 ആയിരുന്നു അതിന്റെ ഡെഡ് ലൈൻ. അപ്പോൾ അത് പ്രകാരമുള്ള തിരക്കുകളിലാണ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം ഉണ്ടാവുകയും ചെയ്തു. അതായത് ഈ സ്വാഭാവികമായിട്ട് വരുന്ന സ്ഥലമാറ്റമാണ്. ഈ ഏപ്രിൽ ആദ്യവാരത്തോടു കൂടി സ്ഥലമാറ്റം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ അലഹാബാദ് യൂണിറ്റിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ആ മാറ്റം വന്നതോടുകൂടി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇനി വൈകാതെ തന്നെ ഈ ബാക്കിയുള്ള ആളുകൾക്ക്, അതായത് പത്മകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. അവർക്ക് വൈകാതെ തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ED അന്വേഷണം ഇഴയുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒച്ച ഇഴയുന്നത് പോലെ ഇഴയുന്നു എന്നുള്ളതാണ്. എങ്ങും എത്തിയിട്ടില്ല. ഇതുവരെയും ജംഷഡ്പൂരിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന ലാബ് റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഇനി ഈ അന്വേഷണം എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. സ്വർണം വാങ്ങിയ ആളും കൊടുത്തയാളെയും കുറിച്ചുള്ള ധാരണകളുണ്ട്. പക്ഷേ വാങ്ങിയ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഉരുപ്പടിയില്ലാതെ കേസ് അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ്. എന്തായാലും കാത്തിരിക്കാം. അന്വേഷണം കോടതിക്ക് എന്തായാലും SIT യോട് തൃപ്തിയുണ്ട്.